പപ്പിക്കുട്ടനാണ് ഫുഡ് കഴിക്കാനൊക്കെ ഒരു മടി. എന്നാൽ പിന്നെ ഒരു പച്ചമുട്ട കൊടുത്തേക്കാന്ന് കരുതി. ആ ക്ഷീണമൊക്കെ അങ്ങ് പോട്ടെ. ഇങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് ക്ഷീണം കാണിക്കാം. ഒന്നും മുട്ട കിട്ടൂലോ. വെള്ള ഫിനിഷ്. ചേട്ടാ ഞാൻ തോടൊന്ന് പൊട്ടിച്ചു തരുമോ? എടാ ഇത് മുട്ടയാണോടാ നീ തിന്നുന്നത്? അല്ലടാ മരുന്ന്. എടാ എനിക്കോട്ട് ചെറുതാടാ. ചേട്ടായി ഇല്ല, എനിക്കും ചെറുതായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. പോടാ പോടാ. ഒരു തുള്ളി പോലും നിലത്ത് പോലും ചാടിയിട്ടില്ലല്ലോ. അതെന്റെ കഴിവ്. നിനക്ക് തിന്നുവല്ലാടാ മൊത്തം നീ. എടാ ഈ പുറത്ത് പോണതിനെ തിന്നോട്ടെ. ആലമാടൻ തന്നെ നക്കി തിന്ന. നിന്നെയൊക്കെയാണോ ശരിക്കും നക്കിന്ന് വിളിക്കണ്ടേ? തോടും കൂടെ തിന്നുവാണോ? എന്തുവാടേ? രണ്ടാം പോയപ്പോ ഇവിടെ കിടന്നായിരുന്നു മുട്ട കിട്ടിയാണ്. എടാ നീ തോട് തിന്നടാ അങ്ങോട്ട്. ഞാൻ തോടും കൂടെ തിന്നടാ. വെറുതെ അല്ലടാ നീ ഇപ്പൊ പൊക്കം വെക്കാതെ ഇങ്ങനെ കുരുട്ടായിട്ടിരിക്കുന്നത്. ബ്ലഡി ഫോൾ. എനിക്കൊന്നും വേണ്ട നിന്റെ പേട്ട. ചേട്ടാ ഈ ചെവി എന്നോട് ചെയ്യണ്ടായിരുന്നു. അടുക്കള വേറെ മുട്ടയുണ്ടല്ലോ, ഞാൻ പൊട്ടിച്ചു തന്നോളാം. മതിയോ മതിയോ? വേണോ വേണോ നീ വേണോ നീ? ചെവിയിലാണ്. ബെൽറ്റിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ ഒരു ചെള്ളിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഡോഗ്സിനും ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണാതെ ഇരിക്കുന്ന ചെള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കുളിപ്പിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ അടിയിൽ നല്ലപോലെ കഴുകാൻ ശ്രദ്ധിക്കുക. ഒരുത്തിന് ഇരിപ്പുണ്ട്. നോക്കട്ടാ തൻ്റെ അടുപ്പ് ഇതുണ്ടോ? ചെള്ളു ചെള്ള മറിക്കേ കൊന്നേക്ക ഇങ്ങനെ വലിച്ചു കയറിയോ മൂക്കിനകത്തോട്ട്? എന്തിയേ കണ്ട മൂക്കേ ഇരിക്കുന്നു. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ പുല്ലിയെത്താൻ വന്നതാണ്. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. ആരും പോവല്ലേ, വെറും പുല്ലിയെത്തല്ലത്. ഞാൻ പുല്ലിയെത്താൻ സാധാരണ വരുന്ന ചാക്കുമായിട്ടാണ്. ഇന്ന് ചാക്കെടുക്കാൻ മറന്നു പോയിരിക്കുന്നു. വാവ്. അപ്പോൾ എന്ത് സംഭവിക്കും? പുല്ലിയെത്താൻ പറ്റത്തില്ല. ഇത്തേ കൊണ്ടുപോകണ്ടേ? ഇവിടെ നിന്ന് ഒന്നോട്ട് കൊണ്ട് ചാക്കിനകത്തിട്ടായിരുന്നു. 2 ചാക്ക് തുന്നി വെച്ചിട്ട് ഇങ്ങനെ തോളയിട്ടാണ് കൊണ്ടുകൊണ്ടിരുന്നത്. എന്താല്ലേ ഈ മല എല്ലാം നടന്ന് കയറി മൂളി വന്നു കഴിഞ്ഞപ്പോഴാണ് ചാക്ക് എടുത്തിട്ടില്ലെന്നുള്ള കാര്യം ഓർത്തത്. ഞാൻ എൻ്റെ കയ്യിലെ റെയിൻകോട്ട് പിടിച്ചിരുന്നത്. അപ്പോൾ ആ പിടിച്ചേക്കുന്നത് ചാക്കാണല്ലോ എന്നുള്ള ഒരു ഓർമ്മയിലെങ്കിൽ പോകുന്നു. എന്തായാലും വന്നാലും നമുക്കിത് ഈ ഇല പറിച്ചുകൊണ്ട് പോകാം. ഇതെന്നാലെന്നറിയോ? കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. എന്നാലും നമ്മുടെ നാട്ടിൽ പൂച്ചയപ്പം ഉണ്ടാക്കുന്ന ഇലയാണ്. എടനയിലയാണ്. എടന. കുറച്ച് ഇല പറിച്ചിട്ട് വീട്ടിലോട്ട് പോയി പൂച്ചയപ്പം ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഇന്നത്തെ വ്ളോഗിൽ വ്യത്യസ്തമായി ആദ്യമായി ചാക്കില്ലാതെ പുല്ലിയെത്താൻ പോയി നമ്മൾ എടനയില പറിച്ച് പൂച്ചയപ്പം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് വരാൻ പോണത്. പിന്നെ വേറെ കുറേ വിശേഷങ്ങളുണ്ട്. ആരും പോലെ ഇതാ കണ്ടോ. വീഴാതിരുന്നാൽ മതിയായിരുന്നു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ഇത് കൂടിൻ്റെ അകത്ത് കയർ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ചാക്ക് പൊട്ടിപ്പോയാലും കെട്ടി വെച്ചുകൊണ്ട് പോകാമെന്നൊക്കെ ആയിരുന്നു വിചാരം. വന്നപ്പോഴാണ് ആശുപൂശിയായത്. ഇടനില പറിച്ചു വിട്ടു കേട്ടോ ഇല. ഈ ഇല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുമ്പിളുണ്ടാക്കി ഇങ്ങനെ മടക്കി വെക്കുന്ന കുമ്പിളപ്പം. അതാണ് പടക്കം പോലിരിക്കുന്ന സാധനം. ഇത് ഇത്രയും ഡീറ്റെയിലായിട്ട് പറയുമ്പോൾ ചിലർക്ക് ചിരി വരും കേട്ടോ. കാരണം സാധാരണമായിട്ടുള്ള സംഭവമായിരിക്കാം. പക്ഷേ ഇത് അറിയാതെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ വീഡിയോയിൽ പല പല കമൻറ്റുകളും വരുമ്പോഴാണ് സംഭവം അറിയുന്നത്. കുമ്പിളപ്പം എന്ന് പറയും, പൂച്ചയപ്പം എന്ന് പറയും.
ഇന്നലെ ചാക്കെടുക്കാൻ പറഞ്ഞെങ്കിൽ ഇന്നും ചാക്കെടുക്കാൻ മറക്കുന്നവനല്ലേ ഈ ചാക്കോ. ഇതാ ചാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. വേറൊരു സാധനമുണ്ട്, കാണിക്കണോ? ഇത് കണ്ടാ നിൽക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കൂണിൻ്റെ കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. ഇച്ചിരി ചീഞ്ഞ് പോയി, എന്നാലും ഇതാണ് കൂണ് കേട്ടോ. അയ്യോ 2-3 ഉണ്ടായിരുന്നു. ഈ വർഷം മൂത്ത് പോയ കൂണ് കേട്ടോ. ഇതിൻ്റെ എതള് പോയിരുന്നു, പക്ഷേ നമുക്ക് ഈ തണ്ടെടുക്കാം. ഉള്ളതാട്ടെ. കൂണ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാട്ടോ. ഒന്നും വിചാരിക്കില്ലേ. ഈ കൂണിൽ ചെറിയ പ്രാണിയൊക്കെ കാണും കേട്ടോ. അതങ്ങ് കളയുക, കഴുകി കളഞ്ഞിട്ട് അങ്ങോട്ട് കറി വെക്കുക. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഒരു നിധിയെന്ന് പറയാം കേട്ടോ, അല്ലേ? കൂണിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതാണ്. കൂണിൻ്റെ അകത്ത് ഭയങ്കര പോഷകാഹാരം ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഉണ്ടാവും, പോഷകാഹാരം ഇല്ലാണ്ടിരിക്കുമോ? ഇതന്നെ ഞാൻ ചുമന്നിരിക്കുന്നത്. എൻ്റെ പൊന്നെ DJ. അപ്പോൾ കുട്ടനും മാളൂരും വൈകിട്ട് തിന്നാനുള്ള പുല്ല് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടു. തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പം നമ്മുടെ കക്ഷികളെല്ലാം മുറ്റത്ത് നിന്നലൊക്കെ ആയിട്ടുണ്ട്. പൂച്ചക്കുട്ടൻ്റെ മുഖത്തെ ഫംഗസൊക്കെ കുറഞ്ഞു കേട്ടോ. നമ്മൾ ഉപയോഗിച്ച ഷാമ്പു ഒന്ന് കാണിക്കാം. ഇത് ഉപയോഗിച്ച് നമ്മൾ കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗസിന് നല്ല വ്യത്യാസമുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവരോടും ഓരോ സലാം പറഞ്ഞ് നമ്മൾ വീട്ടിൽ കയറിയപ്പം ഇന്നലെ പറിച്ചുകൊണ്ട് വന്ന നമ്മുടെ ഇടനേല മമ്മിയിലും തൂക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തപ്പം പയ്യെ തോർത്തൊക്കെ മാറ്റി വെച്ചു. അത് തോർത്തിന് കളറില്ലെന്ന്. ഈ കളറൊക്കെ എന്നാ ഉണ്ടായേ. അപ്പം മമ്മിയോട് പൂച്ചയപ്പം ഉണ്ടാക്കട്ടെ, നമുക്ക് ലോറയായിട്ട് നടക്കാൻ പോവാം. അടി വാ, പയ്യെ പയ്യെ പൊക്കെ. നമുക്ക് എന്തായാലും ലോറയും കൊണ്ടൊന്ന് പുറത്തോട്ടിറങ്ങാം. ലോറയ്ക്ക് ഭയങ്കര പുള്ളിങ് ഉണ്ടായിരുന്നു. ലീഷ് വലിച്ചുകൊണ്ട് ഓട്ടം ചാട്ടം ഒക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് ആദ്യം വന്നതിനെ കഴിഞ്ഞ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് നമ്മൾ. പയ്യപ്പോ ഈ നടക്കണേ, പറമ്പടിക്കല്ലേ. അതിനി കുറേ നാളെടുത്ത്, ഇപ്പോൾ ഇച്ചിരി ഇത്രയും പ്രായമായതുകൊണ്ട് നമുക്ക് കുറച്ച് നാളെടുത്ത് അവളെ പയ്യെ പയ്യെ റെഡിയാക്കി കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ശരി കൂട്ടുകാരെ, വീണ്ടും അടുത്ത വീഡിയോ കാണാം. പൂച്ചയപ്പത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽ കൂടി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടോ. ടാറ്റ.